ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഹാരിസിനെ കുറിച്ച് തന്നെയാണ്. ആകെ എല്ലാവരും വിഷമത്തിലാണ്. നമ്മുടെ പൈസ പിരിക്കാൻ വേണ്ടിയിട്ട് മാഡം തന്ന 2 നമ്പറും ബാങ്ക് ഇടപെട്ട് ബ്ലോക്ക് ചെയ്തതിന് ശേഷം ആൾക്കാർക്ക് ആർക്ക് പൈസ കൊടുക്കും എന്നുള്ള വളരെ വിഷമത്തിലാണ്. എല്ലാ ദിവസവും 150 രൂപ വീതം കൊടുക്കണമെന്നാണ് നമ്മൾ ഒരു ആൾ 59 സെക്കൻഡുള്ള വോയിസിൽ നമ്മൾ കേട്ടിരിക്കുന്നത്. 150 രൂപ കമ്പനി തിരിച്ചു വരുന്നവരെ കൊടുക്കണം എന്നാണ്. എന്താ ഗതികേട് നോക്കണല്ലേ. അവനവൻ്റെ പൈസ ലോൺ എടുത്തിട്ടും മറ്റു പൈസയും ഈ കള്ളന്മാരൊക്കെ കൊണ്ടു കൊടുത്തിട്ട് ഇനി അവർ കേസ് ജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെയും നമ്മൾ മീൻ മേടിക്കേണ്ട പൈസ, നമുക്ക് കുട്ടികൾക്ക് ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കേണ്ട പൈസ, അല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കേണ്ട പൈസയാണ് ഈ പാവങ്ങൾ, ഓട്ടത്തൊഴിലാളികൾ, കൂലിപ്പണിക്കാർ എല്ലാവരും തന്നെ, അല്ലെങ്കിൽ വേറെ വരുമാനമില്ലാത്ത വീട്ടമ്മമാരടക്കം ഇവർക്ക് കൊടുക്കുന്നത്. എന്നിട്ട് ഇവർ 20,000-ൻ്റെ വക്കീലിനെ വെച്ചിട്ട് അതിന് 2 ലക്ഷമാണ് 8 ലക്ഷമാണ് എന്ന് പറഞ്ഞിട്ട് പിരിയോട് പിരിയന്നെ. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പോൾ ദയവ് ചെയ്ത് ഇന്ന് ആർക്കാണ് പൈസ അയക്കേണ്ടത്? ഞാനിത് കണ്ടു. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇനി ആർക്കാണ് പൈസ കൊടുക്കേണ്ടത്, എന്ത് ചെയ്താലാണ് ഈ കമ്പനി തിരിച്ചു വരിക? അപ്പോൾ ദയവ് ചെയ്ത് അറിയുന്നവർ കമൻറ്റ് ചെയ്യാം, ഈ വീഡിയോ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്നെ വിളിച്ചറിയിക്കാം. എൻ്റെ ഫോൺ നമ്പർ 96050666. അപ്പോൾ ഒരുപാട് മണ്ടന്മാർ എന്താ ചെയ്യേണ്ടത്? എന്തുകൊണ്ട് കോടിക്കണക്കിന് പൈസ ഉണ്ടാക്കിയ ആൾക്കാർ അവർ ഈ കമ്പനിയെ സഹായിക്കുന്നില്ല? ഈ വക്കീലന്മാർക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ മതിയില്ലേ? എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അവർ ഈ കമ്പനിയുമായിട്ട് വിട്ടുപോയതിൻ്റെ കാരണം എന്താണ്? ഇത് തട്ടിപ്പാണ്, ഇത് തിരിച്ചു വരില്ല, ഇതിനെ കാത്തിരിക്കേണ്ട എന്നുള്ള ഉത്തമ ബോധ്യത്തിൻ്റെ പുറത്താണ് ഇതിനെക്കുറിച്ച് എല്ലാം കലക്കി കുടിച്ച് പ്രമോട്ട് ചെയ്ത അവന്മാർ പിന്നെ ഇതിൻ്റെ കൂടെ നിൽക്കാത്തത്. ഇന്നലെയൊക്കെ കോടതി വരാതിൽ എത്ര കോടിപതികൾ ഉണ്ടായിരുന്നു, എത്ര മില്യണേഴ്സ് അവിടെ ഉണ്ടായിരുന്നു, എത്ര ബില്യണേഴ്സ് അവിടെ ഉണ്ടായിരുന്നു, എത്ര കാർ അച്ചീവേഴ്സ് അവിടെ ഉണ്ടായിരുന്നു? ആരും ഉണ്ടായിട്ടില്ല. പാവപ്പെട്ട നിക്ഷേപകരാണ് ഉണ്ടായിരിക്കുന്നത്, അല്ലാണ്ട് അഡ്വാൻസ് കൺസൈൻമെൻറ്റ് കൊടുത്തവരല്ല, കൺസൈൻമെൻറ്റ് അഡ്വാൻസ് കൊടുത്തവരല്ല. നിക്ഷേപിച്ചിട്ട് പൈസ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരാണ് അവിടെ കാണാനായത്. അവരുടെ മുഖഭാവം കണ്ട് അവർക്കറിയാം. ഇപ്പോൾ ഒരാൾ പോലും പറയുന്നില്ല ഈ കമ്പനി വന്നിട്ട് പൂളിംഗം തരണമെന്ന്. ഈ കമ്പനി വന്നിട്ട് എങ്ങനെയെങ്കിലും നമ്മളിട്ട പൈസ തിരിച്ചു കിട്ടണമെന്നാണ് ഇവർ പറയുന്നത്. ആർക്കും തന്നെ ഇനി പൂളിംഗം വേണ്ട. കമ്പനിയുടെ ആരും തന്നെ ജോയിൻ ചെയ്യില്ല. ആരും തന്നെ ഇതിൽ ഇനി 5 ലക്ഷം ഇട്ടിട്ട് 55 ലക്ഷം കിട്ടുമെന്ന് സ്വപ്നം പോലും കാണില്ല. ഇതാണ് സത്യം. മനസ്സിലാക്കുക, ഇവർ നിങ്ങളെ പറ്റിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങൾ.